ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച വണ്ടി നമ്മുടെ സിനാരോട് കിടക്കുന്നു. സിനാർ കമ്പനിയാണ് ആന്ധ്രാപ്രദേശിലെ കർണാടക ബോർഡറിലോട്ട് എൻട്രി ചെയ്ത്. ഇത് ബാംഗ്ലൂരിലെ നൈസ് റോഡാണ്. നമ്മൾ മൈസൂർ ഹൈവേ കയറി വന്നിരിക്കുന്നത്. സൂര്യകാന്തി പൂവാണ് മൊത്തം. സൂര്യകാന്തി ഇവിടെ അലോഡല്ല. നല്ല കയറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പാർട്ടി അവർ അഡ്വാൻസ് വണ്ടി കുഴി പോയത് ഇവിടെ നിൽക്കുമായിരുന്നു. മെയിനോട് നിൽക്കുമായിരുന്നു. നമ്മൾ അവരെ കണ്ടപ്പോൾ അതിൻ്റെ വണ്ടി എടുത്ത് തിരിച്ച് നടക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ആനയെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. അത് ഒറ്റയ്ക്കുള്ള അവൻ്റെ വ്യൂ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ അഹം കണ്ട ഗൈസ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയ ടൗൺ ആണ്. തമിഴ്നാട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ നിലമ്പൂരിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഊട്ടിക്ക് പോകും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഊട്ടിക്ക് പോവുകയും ചെയ്യാം. നേരെ പോയി ഊട്ടി പോകുന്ന മല കാണാം. ഊട്ടി മല അങ്ങേറ്റത്ത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടിയും റൈറ്റ് ടേൺ ചെയ്താൽ നിലമ്പൂർ. പിള്ളേർക്കെല്ലാം വേണമെന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു ബോർഡ് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടുന്ന് കർണൂലിന് 75 കിലോമീറ്ററും ബാംഗ്ലൂരിന് 424 കിലോമീറ്ററുമാണ് കാണിക്കുന്നത് ഗൈസ്. ഇത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീസൽ അടിക്കാൻ വണ്ടി കയറിയിട്ടില്ല. ഡീസൽ അപ്പോൾ വണ്ടി ഡീസൽ അടിക്കാൻ ഡീസൽ തീർന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അബേദ് ഭായ് സമയം എത്രയായി? സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4 മണിയായി. അപ്പം ഇനി ഒരു 5:30 വരെ ആബേദ് ഭായ് വണ്ടി ഓടിക്കും. നമ്മൾ കിടന്നുറങ്ങും. വീണ്ടും ബാംഗ്ലൂരിൽ 300 കിലോമീറ്റർ. ബാംഗ്ലൂർ 300 കിലോമീറ്റർ ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ. അത് പൊട്ടക്കടയാന്ന് തോന്നുന്നു. പൊട്ടച്ചായ കടയാന്ന് തോന്നുന്നു അല്ലേ? വണ്ടിയൊക്കെ ഓടിച്ച് വന്നപ്പം ഉറക്കം വന്നു. സലീമിന് ഉറക്കം വന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഗൈസ്. അപ്പോൾ എനിക്കാണോ ഭയങ്കരമായിട്ട് നിർക്കാം. നല്ല അടിപൊളി ഉറക്കം. അപ്പോൾ നമ്മൾ ചായയൊക്കെ എടുത്ത് ചായക്കൊക്കെ ഓർഡർ ചെയ്ത് ചായ കുടിക്കുന്നത്. അത് 100 കിലോമീറ്റർ പോലും വണ്ടി ഓടിച്ചിട്ടില്ല. ഹൈദരാബാദിൽ നിന്ന് 100 കിലോമീറ്റർ 116 കിലോമീറ്റർ അല്ലേ? വണ്ടി പറക്കുന്നുണ്ടല്ലോ. വണ്ടി പോകുന്നുണ്ടോ? ബസ്സുണ്ട്. ഇപ്പോൾ കെയർഫുള്ളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. രാത്രിയല്ലേ? സേഫായിട്ട്. എല്ലാം ബാംഗ്ലൂർ ബസ്സുകളാണ്. ഒന്നിൻ്റെ ബസ്സുണ്ട്. 3 ബസ് അടുപ്പിച്ച് പോകുന്നുണ്ടോ? 3 ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. 1, 2, 3 ഇതാണ് 3ാമത്തെ ബസ്. എല്ലാം നല്ല ഭംഗിയുള്ള ബസ്സുകളല്ലേ? അപ്പം ചായ കുടിച്ച് നിങ്ങൾ ഉറക്കമായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഉറക്കമായിരുന്നു. വണ്ടി കുടിച്ചില്ല. നമ്മളെ ആബീദ് ഭായ് ഇപ്പം ഡ്രൈവിങ്ങിന് കയറിയിരിക്കുകയാണ്. സലീം ഉറങ്ങാൻ പോകുന്നത് ഗൈസ്. 400 കിലോമീറ്റർ ഏകദേശം ഉണ്ട്. 400 കിലോമീറ്റർ വണ്ടി ഓടിയാൽ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ ചെല്ലുള്ളൂ. നമ്മൾ ചായ കുടിച്ച് ഒരു 10 മിനിറ്റുള്ളിൽ വണ്ടി ഓടിക്കുകയാണ്. ഏകദേശം 5:27 5:27 നേരം വെളുക്കുന്ന സീൻ കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് സീനറി കണ്ടോ? ആകാശം ബ്ലൂ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരം വെളുക്കുന്നതിൻ്റെ സിഗ്നലാണ്. അപ്പോൾ നമ്മൾ 5:27 അനന്തപൂർ എത്താറായി വണ്ടി. ഇനി ബാംഗ്ലൂരിൽ 250 കിലോമീറ്റർ അടുത്ത് ബാംഗ്ലൂരുണ്ട്. അപ്പോൾ നമ്മൾ 9 മണിയോട് ബാംഗ്ലൂർ എത്തും. പിന്നെ വൈകുന്നേരം 5-6 മണിയാകുമ്പോഴത്തേക്കും നിലമ്പൂർ പിടിക്കാനുള്ള പരിപാടിയാണ്. വണ്ടി നല്ല 60, 70, 80 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 82 കിലോമീറ്റർ ബെടാ ദോസ്ത് വണ്ടി പോകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കേട്ടോ? സിംഗ് ബസ് നമ്മുടെ ഫ്രണ്ടിൽ കയറി പോകുന്നുള്ളൂ. സിംഗ് ബസ് വിളിക്കുവാണ്. സിംഗ് ബസ് എന്റെ കാലൊക്കെ പിടിച്ച് അവിടുന്ന് ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറി. ഏകദേശം 400 കിലോമീറ്റർ ഓടിച്ച് ആബിദാരിൽ ഇത്ര നേരം വണ്ടി ഓടിച്ചു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വരെ പോയി. അപ്പം നമ്മൾ നേരെ നിലമ്പൂർ കാടുകളിലൂടെ ഒരു യാത്ര ഗൈസ്. ഓക്കെ ബൈ. അപ്പം നമ്മൾ കോഫിയൊന്നും കുടിച്ചിട്ടില്ല ഗൈസ്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് വെച്ചാണ്. ബസ്സുകാരൻ എനിക്ക് കയറി വെച്ചിട്ട് പോയി. എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. സീനറിയാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിലുള്ളത് ഗൈസ്. സിനാനോട് കിടപ്പുണ്ട്. സിനാൻ അവിടെ നിർത്തി എടുക്കുകയാണ് ഗൈസ്. കണ്ടോ? കേരള സ്റ്റാഫിനെ കൊണ്ടുവന്ന ബസ്സാണ് പോകുന്നത്. കേരള സ്റ്റാഫിൻ്റെ ബാക്ക് സൈഡിലോട്ടും ആ സൈഡിലൊക്കെ അതിൻ്റെ കമ്പനിയുടെ പാർട്ടി കിടപ്പുണ്ട്. അപ്പുറ സൈഡിലൊക്കെ
ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കാറിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നു ഗൈസ്. ഓക്കെ, ആന്ധ്രാപ്രദേശിൽ കൂടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ 400 രൂപ കൊടുക്കണമെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. ഇപ്പം കാറിന്, ബസ്സിന്, ട്രക്കിന്, ഇതുപോലത്തെ ഗുഡ്സ് വെഹിക്കിൾസിനൊക്കെ ഇങ്ങനെ ഇമാര് ഗുണ്ടകളെ പോലെ 2 മാസം വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഇമാര് ഗുണ്ടകളെ പോലെ വഴിയിൽ നിന്നിട്ട് വണ്ടി അങ്ങ് തടഞ്ഞിട്ടില്ല, പേടിപ്പിക്കുന്ന രീതിയിലാണ് ഈ പൈസ എടുക്കുന്ന പറയും. അപ്പോൾ അത് നമ്മുടെ സ്ലിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് കരുതുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ കയറുന്നതിന് 400 രൂപയുടെ ഒരു കൂപ്പൺ എന്തിനാണ്, എന്ത് കാര്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല ഗൈസ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുക, ഇതെന്തിനാ ഈ പൈസ ഇവർ നമ്മുടെ നിന്ന് മേടിക്കുന്നത്, 400 രൂപയുടെ സ്ലിപ്പ് വരുന്നതെന്ന് ഒന്ന് നമുക്ക് പറഞ്ഞു തരുക. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഏതാണ്ട് വണ്ടി വന്നിട്ട് ഗുണ്ടകളെ പോലെ വഴി തടഞ്ഞിട്ട് വഴിയുടെ നടുക്ക് കയറി നിന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തി നമ്മളോട് പൈസ മേടിച്ചു. ഇതിനു മുമ്പേ 2-3 പ്രാവശ്യം കർണാടക ബോർഡറിലോട്ട് എൻട്രി ചെയ്ത് ഗൈസ്. അപ്പം ആന്ധ്ര ബോർഡർ ക്രോസ് ആയി കർണാടക ബോർഡറിലോട്ട് കയറി. നമ്മളിപ്പം കർണാടകയിലാണ്. ഇവിടെ നിന്നിട്ട് 142 കിലോമീറ്ററാണ് ബാംഗ്ലൂർ ഗൈസ്. നമ്മൾ നേരെ ബാംഗ്ലൂരിൽ പോട്ട് ഇവിടെ വണ്ടിയില്ല, തുംകൂരിലെ ബാംഗ്ലൂരിലെ നൈസ് റോഡാണ്. നമ്മൾ പയ്യ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പയ്യക്കകത്ത് തമന്നയും നമ്മുടെ കാർത്തിയും കൂടെ കാർ ഡ്രൈവ് ചെയ്ത് ബോംബെക്ക് പോകുന്ന റോഡ് ഇതാണ് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് കാണിക്കുക. നമ്മളിപ്പം തുംകൂർ റോഡിൽ നിന്ന് നേരെ മൈസൂർ റോഡിലോട്ട് കയറാൻ വേണ്ടി, നേരെ ഹൊസൂരിലോട്ട് പോകാം, പിന്നെ മൈസൂർ റോഡിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ നൈസ് റോഡിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ബാംഗ്ലൂരിലെ നൈസ് റോഡ്. അറിയാൻ മേലാത്തവരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, മൈസൂർ ഹൈവേ കയറി. മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ അടിയിലാണിപ്പം. ടോളിൽ കയറിയില്ല, കാര്യം താഴെ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം വണ്ടി നമ്മൾ പാർക്ക് ചെയ്തെങ്കിൽ ഇവിടെ ഇട്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് അപ്പു ധോനെ ബിരിയാണി, നമ്മുടെ പുനീത് രാജ്കുമാറിൻ്റെ പേരുള്ളൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വരും ഗൈസ്. ഒരു ഷോപ്പാണ്, ധോനെ ബിരിയാണിയാണ്. ധോനെ ബിരിയാണി ഓക്കെ, എല്ലാ ഐറ്റവും ഉണ്ട്. നോർമൽ ശരിക്കും ഇന്നും ബിരിയാണി, എല്ലാ ദിവസവും ബിരിയാണി. ഇന്ന് ഇലയ്ക്കാത്ത ബിരിയാണി എടുക്കുന്നത് കേസ്. നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ് കേസ്, പൊളിയാണ്. മൈസൂർ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം. ഒരിഞ്ഞ മഴയാണ്, കേരളത്തിലും മഴയായിരിക്കുമെന്ന് നമുക്ക്. സൂര്യകാന്തി പൂവ് അവിടെ മൊത്തം സൂര്യകാന്തി പൂവ് കണ്ടോ. നമ്മളിപ്പോൾ മൈസൂർ വന്നപ്പോഴത്തേനും മൈസൂരിൽ നിന്ന് സൂര്യകാന്തി പൂ കണ്ടപ്പോഴത്തേനും ഫോട്ടോ എടുത്തേക്കാൻ വെച്ചു. എല്ലാം തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇവിടെ നല്ല സൂര്യകാന്തി, അടിപൊളി സൂര്യകാന്തി പൂവൊക്കെ നിൽക്കുന്നത്. പക്ഷേ എടുക്കാൻ പറ്റില്ല, ലോങ് സൈഡാണ്. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കുമല്ലോ, കിട്ടുമെന്ന് വരാം. ചായ കുടി കഴിഞ്ഞിട്ട് ചായ കുടിച്ചു. ചായ എടുക്കാൻ വേണ്ടി വന്ന വീട്ടിൽ. മൈസൂരിൽ ഗുണ്ടൽപേട്ടിലാണുള്ളത്. ഗുണ്ടൽപേട്ട് മൈസൂർ. വണ്ടി ഒതുക്കിയിട്ടിട്ട് സലീം കപ്പളങ്ങ മേടിക്കാൻ പോകും. ഇവിടെ മൊത്തം സൂര്യകാന്തിയൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് നിൽക്കണം ഗൈസ്. സൂര്യകാന്തി മൊത്തം സൂര്യകാന്തി തളിച്ച് പൊടച്ച് നിൽക്കുക. കിലോ 10 രൂപയ്ക്ക് ആ കപ്പളങ്ങ മേടിച്ചോണ്ട് വരുന്നത്. കപ്പളങ്ങ ആ നാട്ടിൽ 35 രൂപ വില കിലോയ്ക്ക്, ഇവിടെ 10 രൂപ കിലോ. അവൻ മേടിച്ച്. നമുക്ക് പിന്നെ വേണ്ട, കപ്പളങ്ങ വേണ്ട. ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നേരെ മൈസൂരിൽ നിന്ന് കയറുന്ന കാടാണ്. പ്ലാസ്റ്റിക് കുപ്പി എല്ലാം വണ്ടി തന്നെ കിടക്കുക. ഇവിടെ അലൗഡ് അല്ല. വണ്ടി നോക്കും. അപ്പം നമ്മള് വണ്ടി അവിടെ കൊണ്ട് ഇടാൻ തോന്നും. അതിനകത്ത് ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല.
അപ്പൊ നമ്മള് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലോട്ട് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാൻ അപ്പൊ നമ്മള് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി ഗ്ലാസ് വരുന്ന മാൻകുട്ടന്മാരാണ്. നല്ല അടിപൊളി മാൻകുട്ടന്മാര്. അമ്മമാരിവിടെ നിൽക്കുമായിരുന്നു, മെയിനോട് നിൽക്കുമായിരുന്നു. നമ്മൾ അമ്മമാരെ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടി എടുത്ത് ഗൈസ് കണ്ടോ ഗൈസ് മാനെ നല്ല കയറ്റമാണ് ഇവിടെ. ഇതുണ്ട് നല്ല ചന്ദനമരങ്ങൾ ഒരുപാട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ സഫാരിക്കൊക്കെ കൊണ്ടുവന്ന് അതിന്റെ ഓഫീസ്, മെയിൻ ഓഫീസ്. ഇപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ബന്ദിപ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. കർണാടക സർക്കാരിന്റെ ബസ് ഉണ്ട്. ഈ ബസ്സിലാണ് ആൾക്കാർ അവര് നമ്മളെ രാവിലെ മോർണിംഗിന് ട്രക്കിങ്ങിന് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ കോട്ടേജ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് വൺ ഡേ സ്റ്റേ ചെയ്യാനുള്ള കോട്ടേജ് അങ്ങനെയുള്ള കാര്യം. അത് ഓൺലൈനത്തിനെയോ അല്ല കാട്ടുപോത്തിനെയോ എന്തെങ്കിലും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം എന്താണെന്നറിയോ, മഴ സമയത്ത് കാണാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം എന്താ ഈ സ്ഥലത്തിൻ്റെ പേര് മംഗള എന്നാണ്. മംഗള ആദിവാസികളുണ്ടല്ലോ ഈ സൈഡിൽ അല്ലേ. അവരുടെ പഴയ ആൾക്കാർ ഫുള്ള് ആ ഏരിയയിലുണ്ട്. അപ്പം നമുക്ക് ക്യാമറ ഓണാക്കി വെച്ച് തന്നെ മുമ്പോട്ടുള്ള യാത്ര തുടരാം. കാര്യം ഏതേലും ഒരു കാട്ടുപോത്തോ കാട്ടുപന്നിയോ കരടിക്കുട്ടനോ മരം ഇറങ്ങത്തില്ല. ചിലപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങി നിൽക്കുമായിരിക്കും. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ സാധനം ഉണ്ട്. ഫുള്ള് മാൻ നിപ്പുണ്ട്. മഴ നനഞ്ഞിങ്ങനെ നിപ്പുണ്ട്. മാൻ്റെ കുട്ടികളുണ്ട് അവിടെ. ഇവിടെ നല്ല മഴയാണ്. അവിടെ വെള്ളം പൊങ്ങി കിടക്കോടാ. ബീങ്ങാണോ ഇവിടെ? ആന നിർത്തപ്പ ഗൈസ്. അവിടെ ഒരു ആന നിപ്പുണ്ട്. അവൻ പതുക്കെ നടക്കുക. അവൻ ഒറ്റയ്ക്ക് എന്താ കഴിച്ച് നടക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഒരാനയെ കിട്ടിയിരിക്കുന്നു ഗൈസ്. അവൻ ഒറ്റയ്ക്കുള്ള ഒറ്റയാൻ. അവൻ്റെ അടുത്ത് പോയി ചിലപ്പോൾ പണി കിട്ടും. അപ്പം വണ്ടി എടുത്തോളാം. അവളല്ലേ? ഓക്കെ ഗൈസ്. അവൻ്റെ ചെളിക്കകത്ത് കൂടെ നടക്കുക. ഓക്കെ ഗൈസ്. പക്ഷെ മാൻ സൂം ചെയ്തിട്ട് ക്ലിയർ അല്ലേ? വലിയ പ്രശ്നമില്ലാത്ത വ്യൂ. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ അകം കണ്ടോ ഗൈസ്? എന്ത് ഭംഗിയാണെന്ന് നോക്കി. രണ്ട് സൈഡിലും കാട്, നടുക്കൊരു റോഡ്. ഇപ്പുറത്തും എവിടെയെങ്കിലും മരത്തിന്റെ മുകളിലൊക്കെ നമ്മളെ ടയർ കൂട്ടന്മാരും എല്ലാം കാണും ഗൈസ്. പിന്നെ ഒന്നിനെ കണ്ടില്ല, നമ്മൾ ഇത്ര നേരമായിട്ടൊന്നും കണ്ടിട്ടില്ല. ആനയും കുറച്ച് മാൻകുട്ടന്മാരെയും മാൻകുട്ടികളെയും മയിൽക്കുട്ടന്മാരെയും മയിൽക്കുട്ടികളെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം എന്തായാലും നല്ല പച്ചപ്പ്, നല്ല ഗ്രീനറിയാണ് കേട്ടോ ഗൈസ് ബന്ദിപ്പൂരിൽ. സാധാരണ വരുമ്പം ഉണങ്ങി കഴിഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. ഒരു പ്ലാസ്റ്റിക്കോ കുപ്പിയോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുക ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. അപ്പം അതിൻ്റെതായ ഒരു കുപ്പിയും പ്ലാസ്റ്റിക്കൊന്നും അലൗഡല്ല. അതുകൊണ്ടോ അങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ സൈഡാണ്. എന്ത് ഗ്രീനറിയാന്ന് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടി. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എവിടെ ആനന്ദി മാൻ ഇപ്പം ബന്ദിപ്പൂർ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ അത് കണ്ടോ. പോട്ടെ കുറച്ച് പോട്ടെ. നല്ല മാൻകുട്ടന്മാരെ പോട്ടെ വണ്ടി പോട്ടെ. മറ്റേ അവരും ഒന്ന് പിടിക്കും. വണ്ടി കയറി പോട്ടെ. ഇത് കണ്ടോ ഓടുക എല്ലാരും. അത് കാട്ടാനയാടാ. ബന്ദിപ്പൂർ പാർക്കെല്ലാം കഴിഞ്ഞ് കവർ ചെയ്ത് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ തമിഴ്നാട് ഗൂഡല്ലൂരിലോട്ട് വണ്ടി കയറി ചെന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഓവർടേക്ക് ചെയ്യണ്ട ബ്രോ. ഓവർടേക്ക് ചെയ്താൽ വണ്ടി ഇങ്ങനെ വളച്ച് പിടിച്ച് വരുക. ഇടിച്ചത് അമ്മത്തെ അടുത്ത അമ്പാമാർ കയറി വന്ന് നമ്മളെ ചങ്ങിന് നേരെ വെച്ചിരിക്കുകയാണ് വണ്ടി. കൈസ് ഇതുണ്ടോ പൊളിച്ച് വണ്ടി തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇടിച്ച് തെറിപ്പിച്ച നമ്മളെ കൈസ്.
ഞാൻ ഡോർ തുറന്നെടുത്ത് ഞാൻ ഇതിട്ട് മറന്നിക്കണേ വീഡിയോയിലുണ്ടാവും വണ്ടി കയറി വരുന്നത്. ഇതിട്ട് മറന്നിക്കണേ ഡോർ തുറന്ന് ചാടാൻ നിൽക്കുന്നു ആ ഇതിന്റെ വരെ കണ്ടപ്പോ. ഗുഡല്ലൂർ കണ്ടു ടൗണാണേ, തമിഴ്നാടാ കേട്ടോ. ഇവിടെ നമ്മള് നേരെ നിലമ്പൂരിനാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഊട്ടിക്ക് പോകാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഊട്ടിക്ക് പോവുകയും ചെയ്യാം. നേരെ പോയി ഊട്ടിക്കും റൈറ്റ് ടേൺ ചെയ്യാം കേരളം. ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്താ ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്യുവാണെങ്കിൽ വയനാട് കേട്ടോ. ഇവിടുന്ന് അകത്തോട്ട് നടക്കുന്ന വഴിക്ക് റൈറ്റ് ആണെങ്കിൽ വയനാട്. ഓക്കെ ഗൈസ്, ഇതിപ്പോ നമ്മൾ ഗൂഡല്ലൂർ ടൗണിലാണേ. ഓക്കെ, നമ്മളപ്പം ബന്ദിപ്പൂരെല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഗൂഡല്ലൂർ കയറി നേരെ നമ്മൾ കേരളത്തിലോട്ട് തിരിക്കാൻ പോകണം ഗൈസ്. മല കാണാം, ഊട്ടി മല അങ്ങേറ്റത്ത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടിയും, റൈറ്റ് ടേൺ ചെയ്താൽ നിലമ്പൂർ കാലിക്കറ്റ് പോകുന്ന റോഡാണ് റൈറ്റ് സൈഡിൽ. അപ്പം നമ്മൾ റൈറ്റ് റോഡാണ് ടേൺ ചെയ്യുന്നത്. നേരെ പോകുന്നില്ല, ഊട്ടിക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഊട്ടിക്ക് ഇ പാസ് വേണം പോകണമെങ്കിൽ. ഇവിടെ ഇ പാസ് ഇല്ല, നമ്മുടെ ഗുഡ്സ് കാരറാണ്. ഇനി ഇതിന് അലൗഡും ഇല്ല. അപ്പം അലൗഡ് ഉണ്ടെങ്കിൽ മാത്രമേ അലൗഡുള്ളൂ. അപ്പം നമ്മൾ നേരെ നിലമ്പൂരിനോടാണ്. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് നല്ല തണുക്കുന്നുണ്ട്, നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. ഭയങ്കര ഇതാണ് ഗൈസ്. അവിടെ ഫുള്ള് മഞ്ഞ. ഞങ്ങൾക്ക് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് വണ്ടി പോകാൻ. നാടുകാണിയിലെ ഒരു ഷോപ്പാണ്. ഊട്ടിയിലെല്ലാ ഐറ്റങ്ങളും വിൽക്കുന്നുണ്ട്. നമുക്ക് മേടിക്കാൻ വേണ്ടി ചോക്ലേറ്റ്സ്, കുറേ ഐറ്റംസ്, ഇഷ്ടം പോലെ സാധനങ്ങൾ. ഈ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതാണോ വർക്കായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ബസ്സിൽ? ഇതാണ് വർക്ക്. എനിക്കുണ്ടോ? ഞാൻ കഴിക്കത്തില്ല. പിള്ളേർക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഉണ്ടാക്കുന്നുണ്ട്. ഊട്ടിയവർക്ക് ഉണ്ടാക്കും ടാക്സി. ഫേമസ് സാധനമാണ്. പിന്നെ യൂക്കാലിപ്സ് ഇരിക്കുന്നുണ്ട് ഗൈസ്. യൂക്കാലിയൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ്, ചെക്ക് പോസ്റ്റ് ഉണ്ട് എനിക്കറിയാം. നാട്ടിൽ കാണിച്ചു മൊത്തം നമ്മൾ മാത്രമല്ല ഗൈസ്, പുതിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ.